ഡിജിറ്റൽ നെറ്റ്യൂസ് ബാലവേദി മലപ്പുറം ജില്ലാ ക്യാമ്പിന് പൊന്നാനിയിൽ പ്രൗഢോജ്വല തുടക്കം. പൊന്നാനി ഡിജിറ്റൽ നെറ്റീവ്സ് ബാലവേദി മലപ്പുറം ജില്ലാ ക്യാമ്പ് പൊന്നാനി ഈശ്വമംഗലം യു.പി. സ്കൂളിൽ എ.കെ. മുഹമ്മദ് ഫായിസ് പതാക ഉയർത്തി തുടക്കമായി. യുവകലാ സാഹിതി സംസ്ഥാന പ്രസിഡന്റും എഴുത്തുകാരനും സാംസ്കാരിക നായകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബാലവേദി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം പി.ടി. അലൻ സ്വാഗതവും സ്വാഗത സംഘം ചെയർമാൻ അജിത് കൊളാടി അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത വയലിനിസ്റ്റ് ഗംഗാ ശശീന്ദ്രനെ ബാലവേദി ജില്ലാ ക്യാമ്പ് അനുമോദിച്ചു. ജില്ലാ സെക്രട്ടറി പി.കെ. കൃഷ്ണദാസ്, ബാലവേദി കോർഡിനേറ്റർ എം.എം. സചീന്ദ്രൻ, ക്യാമ്പ് ഡയറക്ടർ വൈശാഖ് എടച്ചേരി, അഷ്റഫ് അലി കാളിയത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പുതിയ ഡിജിറ്റൽ യുഗത്തിലെ AI സംവിധാനവും അനുബന്ധ പ്രവർത്തനങ്ങളും എന്ന വിഷയത്തിൽ വിഷ്വൽ രൂപമുള്ള ക്ലാസുകൾ നൽകി. തുടർന്ന് നടക്കുന്ന 2 ദിവസത്തെ ക്യാമ്പിൽ ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ നിന്നും 200ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ക്യാമ്പിൽ രാജ്യസഭ MP പി സുനീർ കുട്ടികളുമായി സംവദിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കുട്ടികളുടെ അഭിരുചികൾക്ക് അനുസരിച്ച് വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലയിൽ വളരെ ആവേശത്തോടെയാണ് കുട്ടികൾ ക്യാമ്പിനെ ഏറ്റെടുത്തിട്ടുള്ളതെന്ന് സംഘാടകർ അറിയിച്ചു. ഇവിടെയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന കവി ഉണ്ടായത്. ഇതിന്റെ അക്കരെയാണ് വള്ളത്തോൾ നാരായണൻ എന്ന കവി ഉണ്ടായത്. കുട്ടിക്കൃഷ്ണമാരാർ കുറച്ചപ്പുറത്തായിരുന്നു. വള്ളത്തോൾ ഗോപാലമേനോൻ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, അങ്ങനെയുള്ള കവികളുടെ കാലത്തുണ്ടായി. കുറച്ചപ്പുറത്ത് ഉറൂബെന്ന PC കുട്ടികൃഷ്ണൻ പ്രശസ്തനായ നോവലിസ്റ്റ് ഉണ്ടായി. കടവനാട് കുട്ടികൃഷ്ണൻ. കുറച്ചുകൂടെ അങ്ങോട്ട് പോയ നാലപ്പാട്ട് നാരായണമേനോൻ, ബാലാമണിയമ്മ, മാധവിക്കുട്ടി എന്ന കമലാസുരനെ ഈ പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ പരിസരത്താണ്. ഈ പുഴയുടെ തീരത്ത് പുഴയുടെ സംസ്കാരത്തിനാണ് അവരൊക്കെ ഉണ്ടായത്. പുഴയിൽ നിന്ന് എങ്ങനെ കവിത ഉണ്ടാവുക? എങ്ങനെ പുഴ കാണുമ്പോൾ കവിത ഉണ്ടാവുന്നത്? അത് പുഴയുടെ തീരത്ത് കുറച്ചു നേരം നിന്നാൽ നമുക്ക് തോന്നുന്നു. പൊന്നാനി മേഖലയിൽ CBSE ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ. 10 വരെയുള്ള എല്ലാ ക്ലാസുകളിലും CBSE NCERT സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ 6 വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത്. മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേണിംഗ് ബൈ ഡൂയിങ് പഠനമാണ് മോണ്ടിസോറിയുടെ പ്രത്യേകത. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോട് കൂടിയ അധ്യാപകരുടെ പരിശീലനം കുട്ടികളെ കൂടുതൽ മിടുക്കരാക്കുന്നു. IT ലാബ്, സയൻസ് ലാബ്, മാത്സ് ലാബ്, ഡിജിറ്റൽ ക്ലാസ് റൂം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ്, കൗൺസിലിംഗ് ലാബ്, ഫസ്റ്റ് എയ്ഡ് റൂം, വിശാലമായ ലൈബ്രറി, ഓഡിറ്റോറിയം, പാർക്ക് എന്നിവയും ഹിലാലിന്റെ സവിശേഷതകൾ തന്നെ. വിദ്യാർത്ഥികളിലെ പഠന സംബന്ധവും വ്യക്തിപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈൽഡ് സൈക്കോളജി കൗൺസിലിംഗും സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു. കുട്ടികളുടെ കലാകായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി മികച്ച അധ്യാപകരുടെ കീഴിൽ സ്പോർട്സ്, ഡാൻസ്, മ്യൂസിക്, യോഗ, തൈക്കോണ്ട എന്നിവ പരിശീലിപ്പിക്കുന്നു. സമസ്ത ബോർഡിന് കീഴിലുള്ള മദ്രസയാണ് സ്കൂളിൽ മതപഠനത്തിനായി നൽകുന്നത്. വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു. ഹിലാൽ പബ്ലിക് സ്കൂൾ, പൊന്നാനി.